ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ടോഡ്ലർ പാരൻറ്റിംഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രസവം കഴിഞ്ഞ പാടുള്ള കുഞ്ഞുങ്ങളുടെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്, എന്തൊക്കെ കാര്യങ്ങൾ നോർമലാണ് എന്നുള്ളതൊക്കെ നമുക്കിതിലൂടെ ചെക്ക് ചെയ്യാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഫീഡിങ് തന്നെയാണ്. ഇടവിട്ട് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് പാല് വന്നിട്ടുണ്ട് എങ്കിലും പാല് പ്രൊഡ്യൂസ് ആയിട്ടില്ല എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് സക്ക് ചെയ്താൽ മാത്രമാണ് പാല് ഉണ്ടാവുകയുള്ളൂ. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചിലരിലൊക്കെ 3 days എടുക്കാറുണ്ട് മിൽക്ക് പ്രൊഡക്ഷന്. അത് കോമൺ ആണ്, അത് ടെൻഷൻ ആവേണ്ട. 3rd day ആണ് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായത്. അതുവരെയും കുഞ്ഞ് കരയുമ്പോൾ വെച്ചിട്ടാ പോകുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 3 ദിവസം എന്തായാലും ഫീഡ് ചെയ്താൽ മതി, വേറെ ഒന്നും കൊടുക്കാൻ നിൽക്കേണ്ട. 3rd day ആകുമ്പോഴത്തേനും പാല് വന്നോളും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ 3rd day വന്നില്ലെങ്കിൽ നമുക്ക് ഫോർമുല ഒക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളാണെങ്കിൽ പാല് കുടിച്ച് കഴിഞ്ഞാൽ അവൾ മിണ്ടാതെ ഉറങ്ങുന്നുണ്ട്. എണീക്കുന്ന സമയത്താണ് ഈ കരയുന്നത്, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് കരച്ചിൽ അവൾക്ക് ഉണ്ടായിരുന്നില്ല. 3rd day പാലും നോർമലായിട്ട് വന്നു, ഓക്കെ ആയി. അപ്പോൾ ഈ പാല് വരുന്നതിന് മുന്നേ ആയിട്ട് ഈ കുഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒട്ടും ഉറക്കമില്ല എന്നൊക്കെ ആണെങ്കിൽ ദയവേത് ഡോക്ടറിൻ്റെ അടുത്ത് അറിയിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഷുഗർ ലോ ആവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞ് ഒട്ടും ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് പറയുക. അവരപ്പോൾ ഫോർമുല മിൽക്കും മറ്റും എഴുതി തരും കേട്ടോ. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്യുക. കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ ഒരു 2-3 hours ഒക്കെ ഉറങ്ങിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒന്ന് വിളിച്ചു വിട്ടിട്ട് പാല് കൊടുക്കുക, എന്നിട്ട് അപ്പം തന്നെ ഉറക്കുക. ചെറിയ കുഞ്ഞായതുകൊണ്ട് പിന്നെ കളിക്കുന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ പാല് കുടിച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഉറങ്ങിക്കോളും. അപ്പോൾ ഇടയ്ക്കൊന്ന് വിളിച്ച് പാല് കൊടുക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിൻറ്റ്, കുഞ്ഞിന് എപ്പോഴും ആളുകൾ മാറി മാറി വരുന്നവർക്കൊക്കെ കുഞ്ഞിനെ കയ്യിൽ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ ഒരു സമയത്ത് എല്ലാവരും കുഞ്ഞിനെ എടുക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് കെയർ വരുത്തുക. എല്ലാവർക്കും കുഞ്ഞിന് കൊടുക്കേണ്ട, നല്ലോണം ഹാൻഡ് വാഷൊക്കെ ചെയ്തതിന് ശേഷം കൊടുക്കുക. ന്യൂ ബോൺ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർക്ക് ഇൻഫെക്ഷൻസ് പകരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിന് പാല് എപ്പോൾ ഫീഡ് ചെയ്താലും എത്ര ഉറക്കത്തിലാണ് നിങ്ങൾ എങ്കിലും നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ പ്രസവം നോക്കാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മനെയോ മറ്റോ ഏൽപ്പിച്ചിട്ട് ഒന്ന് തോളത്ത് കിടത്തി തട്ടിക്കൊടുക്കുക. എന്നിട്ട് കുഞ്ഞിന് ഏമ്പക്കം അഥവാ ബർപ്പ് സൗണ്ട് വന്നതിന് ശേഷം മാത്രം കുഞ്ഞിനെ കിടത്തിയാൽ മതി കേട്ടോ. പിന്നെ മറ്റൊരു പോയിന്റ്, ഇത് 2 ഒപ്പീനിയനായിട്ട് ഞാൻ കണ്ടിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ഒരെണ്ണം, അതായത് കുളിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങി എണീറ്റ പാടൊക്കെ നമ്മൾ കുഞ്ഞിന് മൂക്ക്, നെറ്റി, താടിൻ്റെ ആ ഭാവമൊക്കെ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഷേപ്പ് കിട്ടും എന്നൊക്കെ. തല മസാജ് ചെയ്ത് കൊടുക്കണതുകൊണ്ട് ഷേപ്പ് കിട്ടും എന്നുള്ളത് എനിക്ക് ആക്സെപ്റ്റബിൾ ആണ് എന്ന് തോന്നുന്നുണ്ട്. കാരണം മോൾക്ക് നീണ്ടിട്ടായിരുന്നു, അവൾക്ക് നല്ല മസാജ് ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് അവൾക്ക് നോർമലായത് കേട്ടോ. അത് എഫക്റ്റീവാണ്. ബട്ട് ഇത് ചെയ്തത് കൊണ്ട് യൂസ് ഇല്ല, അങ്ങനെയൊന്നും ഷേപ്പ് വരില്ല എന്നൊരു ഒപ്പീനിയൻ ഞാൻ കണ്ടു മൂക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാരണം മെല്ലെ മസാജ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ബോണിന് ഫ്രാക്ചർ വരാൻ ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യുക കേട്ടോ. ബട്ട് കുറച്ചൊന്നും അങ്ങോട്ട് കഴിഞ്ഞാലൊക്കെ ഓയിൽ മസാജ് ചെയ്ത് കൈയും കാലൊക്കെ നല്ലോണം ഒന്ന് മെല്ലെ, ഒരുപാട് ഫോഴ്സ് കൊടുത്ത് ചെയ്യരുത്, മെല്ലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ശരീരത്തിന് അവർക്ക് നല്ല റിലാക്സേഷൻ കിട്ടും, നല്ലവണ്ണം അവർക്ക് ഉറങ്ങാനും പറ്റും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫീഡിങ് പൊസിഷനാണ്. ഫീഡിങ് പൊസിഷനെ കുറിച്ചുള്ള വീഡിയോ നെക്സ്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയും കേട്ടോ. ഫീഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ രാത്രി സമയത്തൊക്കെ ഫീഡ് ചെയ്യുകയാണെങ്കിൽ പ്രസവം കഴിഞ്ഞ പാടൊക്കെ നമുക്ക് നല്ല ടയേർഡ് ആയിരിക്കും, നമ്മൾ ഉറങ്ങിപ്പോകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും രാത്രി സമയത്ത് നമ്മുടെ കൂടെ വേറൊരു ആൾ കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഫീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ. നമ്മൾ ഉറങ്ങിപ്പോയാലേ മൂക്ക് കുഞ്ഞിൻ്റെ അടഞ്ഞാലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നില്ലേ നിങ്ങൾ എണീറ്റിരുന്നിട്ട് തന്നെ ഫീഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും എങ്ങനെ ഫീഡ് ചെയ്യുകയാണെങ്കിലും കൂടെ ഒരാൾ എപ്പോഴും ഉണ്ടാവുന്നത് സേഫാണ്, ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഡിസ്ചാർജായി വരുന്നതിന് മുന്നേ തന്നെ ആയിട്ട് ഒരു വിത്തിൻ 10 days എടുക്കുന്ന വാക്സിനാണ് BCG വാക്സിനേഷൻ. അപ്പോൾ ഈ വാക്സിനേഷൻ എടുത്തതിന് ശേഷം ആദ്യത്തെ 2 ദിവസം നമ്മൾ കുഞ്ഞിനെ കുളിപ്പിക്കാതെ ജസ്റ്റ് ഒരു ഇളം ചൂടുവെള്ളം കോട്ടൺ തുണിയിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാവും, കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പനി വരാൻ ചാൻസസ് ഉള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെ കുഞ്ഞിന് നോർമലാണ്, എന്തൊക്കെ കുഞ്ഞിന് നോർമൽ അല്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ
കുഞ്ഞിന് കൊതു കടിച്ച പോലെയുള്ള റെഡ് കളർ പാടുകളുണ്ടാവും. അത് വളരെ നോർമലാണ്. മോൾക്കും ഉണ്ടായിരുന്നു. ഡോക്ടർ നോർമലാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഒരു ലോഷൻ എഴുതി തന്നു, അത് തേച്ചപ്പോൾ പാടൊക്കെ മാറി കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വൈറ്റ് ഡിസ്ചാർജ് നോർമലാണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോൾ മെക്കോണിയം പോകുന്നത് സ്റ്റോപ്പ് ആവും. ഒരു ഗ്രീൻ കളറിൽ കുഞ്ഞിന് മോശം പോകുമല്ലോ, അത് മാറിയിട്ട് നോർമലായിട്ട് പോകാൻ തുടങ്ങും. ആ ഒരു സമയത്ത് കുഞ്ഞിന് മേ ബി ചെറിയ തോതിൽ ലൂസ് മോഷനൊക്കെ ആയിട്ട് കാണാറുണ്ട്. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ആയിട്ട് ചെറിയ വൈറ്റ് ഡോട്ടുകൾ ഇങ്ങനെ കാണാറുണ്ട്, അത് നോർമലാണ്. സെയിം ടൈം അതിന് പഴുപ്പുണ്ടെന്ന് വല്ലതും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, റെഡ് കളറായിട്ട് വല്ലതും അങ്ങനെ തോന്നുകയാണെങ്കിലൊക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പറയാം കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു 14 ദിവസം 10 to 14 days ആ ഒരു ടൈമിലാണ് നമ്മുടെ കുഞ്ഞിന് പൊക്കിൾ വിട്ടുപോകുന്ന സമയം. അപ്പോൾ ആ ഒരു സമയത്ത് ചെറിയ തുള്ളി ബ്ലഡൊക്കെ കണ്ടെന്ന് വരാം, അത് നോർമലാണ്, വലിയ പ്രശ്നമില്ല കേട്ടോ. ചലം പോലെ വല്ലതും കാണുകയാണെങ്കിൽ ഡോക്ടറിനെ കാണണം, അത് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ വളരെ നോർമലായ ഒരു കാര്യമാണ് പാല് കുഞ്ഞ് കക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ പാല് കിട്ടുന്ന കുഞ്ഞുങ്ങൾ കക്കും, അത് വളരെ നോർമലാണ്. അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഒരു തൈര് പോലെയൊക്കെ ആയിട്ടാണ് കുഞ്ഞ് പാല് കക്കുക, അത് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉറക്കമാണ്. കുഞ്ഞുങ്ങൾ രാത്രി ഉറങ്ങണമെന്നില്ല, എല്ലാ സമയങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് എണീക്കാം. ചില സമയങ്ങളിൽ കുഞ്ഞ് രാത്രി മുഴുവൻ കളിക്കും, രാവിലെ ഉറക്കമായിരിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞ് എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു 19 days ഒക്കെ നമുക്കിങ്ങനെ ഡേ ടൈം ഉറങ്ങാനുള്ള ചാൻസ് കിട്ടുള്ളൂ, നമ്മൾ അമ്മാരുടെ വീട്ടിലായതുകൊണ്ട്. അതുകൊണ്ട് ആ ടൈമൊക്കെ മാക്സിമം നല്ലോണം ഉറങ്ങുക. കുഞ്ഞുറങ്ങുന്ന സമയത്ത് ഉറങ്ങുക, കുഞ്ഞുണരുന്ന സമയത്ത് ഉണർന്നിരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. പിന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ കൈപ്പത്തിയും കാൽപാദവും മഞ്ഞ കളറാവുന്നത് ശ്രദ്ധിക്കണം. കണ്ണിൻ്റെ വെള്ള ഭാഗത്ത് ചെറിയ തോതിലുള്ള യെല്ലോ കളർ കാണുന്നത് വലിയ പ്രശ്നമല്ല, പിന്നെ അത് മാറിക്കോളും. പക്ഷേ കൈപ്പത്തിയിലും കാൽപാദത്തിലും ഒക്കെ യെല്ലോ കളർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണുക കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് എപ്പോഴും ഫുൾ ടൈം ഉറക്കമാണ്, തീരെ കരയാത്ത കുഞ്ഞുങ്ങളാണ്, ഒട്ടും കരയുന്നില്ല, വിശന്നാൽ പോലും കരയാത്ത ഒരു തരത്തിൽ ആണ് കുഞ്ഞെന്ന് വെച്ചാൽ അത് ഡോക്ടറിനെ തീർച്ചയായിട്ടും ഒന്ന് കാണിക്കുക, അത് കാണിക്കേണ്ടത് തന്നെയാണ്. അതേസമയം അതുപോലെ കുഞ്ഞ് പാല് കൊടുത്താലും കുടിക്കുന്നില്ല, ഫുൾ ടൈം കരച്ചിലാണ്, നിർത്താതെ കരച്ചിലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞിനെ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞിൻ്റെ കണ്ണിൽ നല്ലോണം പീള കെട്ടലൊക്കെ തോന്നുകയാണെങ്കിലും ഡോക്ടറിനെ ഒന്ന് കാണിക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ന്യൂ ബോൺ കെയറിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. കുഞ്ഞുങ്ങളുടെ ചെറിയ എന്താ പറയുക, ഉറങ്ങി എണീക്കുമ്പോൾ ആ നെളിച്ചൽ, അവരുടെ ചിരി, അവരുടെ നോട്ടം, അതൊക്കെ കാണുമ്പോഴുള്ളൊരു മനസ്സിനുള്ള സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ കേട്ടോ. അത് മാക്സിമം ഈ സമയത്ത് എൻജോയ് ചെയ്യുക. ഉറങ്ങാൻ കിട്ടുന്ന സമയം നിങ്ങൾ മാക്സിമം മുതലാക്കുക, അത് മെയിനായിട്ട് പറയുകയാണ്. നല്ലവണ്ണം നിങ്ങളുടെ ഹെൽത്തും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നല്ലവണ്ണം ഉറങ്ങുക കുഞ്ഞുറങ്ങുന്ന സമയത്തൊക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്